ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഭവന പദ്ധതി ഗുണഭോക്തൃ ഗ്രാമസഭ ചേർന്നു. PMAY ഗ്രാമീൺ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത അപേക്ഷകരിൽ അർഹത നിശ്ചയിക്കുന്നതിനായി ശ്രീകൃഷ്ണപുരത്ത് ഗുണഭോക്തൃ ഗ്രാമസഭ ചേർന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. അരവിന്ദാക്ഷൻ യോഗം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് M. അരുണ അധ്യക്ഷയായി. കേരളത്തിൽ കൊടുക്കുന്ന 4 ലക്ഷം രൂപയാണെങ്കിലും അതും ഒരു വലിയ തുകയല്ല ഇന്നത്തെ പാർപ്പിട നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ട്. ഒരുപക്ഷെ 4 ലക്ഷം രൂപ ഉപയോഗിച്ച് അത്യാവശ്യം ലേശം താഴ്ചയുള്ള സ്ഥലമൊക്കെ ആണെങ്കിൽ തറപ്പണിയും ബെൽറ്റ് വാർപ്പും കഴിയുമ്പോഴേക്കും 4ൻ്റെ അപ്പുറത്തെത്തും. അത്രയും വലിയ സാമ്പത്തിക ചെലവ് വീട് നിർമ്മാണത്തിന് വരുന്നൊരു സന്ദർഭത്തിലാണ് കേരളത്തിലാണ് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിരക്ക് നൽകി വരുന്നത് എന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് നമ്മുടെ പദ്ധതിയുടെ പേര്. 72,000 രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതിനു വേണ്ടി തരുന്നത്. ആകെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുതൽ മുടക്ക് വരുന്നത്. ബാക്കി വരുന്ന തുക നമുക്ക് കേരളത്തിലെ ഗവൺമെൻറ് ഇതിലേക്ക് സംഭാവന തരുന്നുണ്ട്, അല്ലെങ്കിൽ വിഹിതം തരുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് 72,000 1,18,000 രൂപയിലേക്ക്, അതായത് ഈ 72,000 കഴിച്ച് 1 ലക്ഷത്തിലേക്ക് വരുന്ന ബാക്കി 28ഉം മറ്റേ ഒരു 18 46,000 രൂപ കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ എന്ന് തന്നെ അത് പറയുമ്പോൾ തന്നെ ആ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ തുക ഇതിനായി മുടക്കുന്നത്. 1,12,000 രൂപ ബ്ലോക്ക് പഞ്ചായത്താണ്. ബാക്കി വരുന്ന തുക ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും തുല്യമായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആ നിലയിൽ വിവിധ ജില്ലാ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും വിഹിതമായിട്ടാണ് 4 ലക്ഷം രൂപ കേരളത്തിൽ പൂൾ ചെയ്യപ്പെടുന്നത്. അത് കേരളത്തിൽ നമുക്ക് നൽകി വരുന്നത്. ബ്ലോക്ക് മെമ്പർ CV അനിത, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ KK ലിനി, VC ഉണ്ണികൃഷ്ണൻ, MK ദ്വാരകനാഥൻ, ലതാ സുരേഷ്, AN ദൃശ്യ, C ഓമന, K ശാലിനി, P മണികണ്ഠൻ, V ഗിരിജ, KV ഗോപാലൻകുട്ടി, P രജനി, മണികണ്ഠൻ പാലാങ്കുഴി, VEOമാരായ യാസർ അറഫാത്ത്, സനോജ്, അക്കൗണ്ടന്റ് കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു.